ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിയർ. അപ്പോൾ ഡിയർ ചാനൽ കാണുന്ന എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് 20 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ക് പാച്ചസ് ആണ് ഈ കാണുന്നത്. പലതും പല റേറ്റിൻ്റെതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അതേപോലെ ഓരോ കളർ കോമ്പിനേഷൻസുമായിട്ട് ഇതൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന മോഡൽ ഈ ഒരു മോഡലാണിത്. വൈറ്റ് കളറിൽ നെറ്റ് ഫാബ്രിക്കിൽ മൾട്ടി കളർ ത്രെഡ് വന്നിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. ശരിക്കും നൈറ്റി നെക്ക് പാച്ചസ് ആണെങ്കിലും ഞാനിത് കുർത്തിക്കാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കണ്ടോ, ഡബിൾ ലെയർ നെറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. സിംഗിൾ ലെയറിൽ വരുന്നത് കൊണ്ട് കേട്ടോ. ഇത് നമുക്ക് കോട്ടനായിട്ട് ഇതിങ്ങനെ ചെയ്ത് വിൽപ്പന ചെയ്യുന്നവർ അവരുടെ കമ്പ്യൂട്ടറിലുള്ള ഡിസൈൻസ് സെയിം ആണെങ്കിലും ചെയ്തു വരുമ്പോൾ ക്വാളിറ്റി പലതായിരിക്കും കേട്ടോ. ഓരോ മാനുഫാക്ചേഴ്സിൻ്റെയും ക്വാളിറ്റി, ലെങ്ത്ത്, വിഡ്ത്ത് അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ ഈ ലാസ്റ്റ് കമ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിലും മനസ്സിലാവും. ഇത് അതേപോലെ വേറൊരു മോഡലാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ മെറൂൺ ഷെയ്ഡ്സിനൊക്കെ നല്ലതുപോലെ മാച്ചിങ് ആയിട്ട് പോകുന്നൊരു കളർ കോമ്പിനേഷനാണ്. ഇതും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും മൾട്ടി കളറിലെ ത്രെഡൊക്കെ മിക്സഡ് ആയിട്ടുള്ളൊരു നല്ല വർക്കാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ റയോണിൻ്റെ പ്ലെയിൻ ഫാബ്രിക് എടുത്ത് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഈ ഒരു നെക്ക് പാച്ച് വെച്ചാൽ നമുക്ക് വെർത്താണ് കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു റെഡിമെയ്ഡ് നൈറ്റിയിലാണ് കാണിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ അപ്പിയറൻസ് കംപ്ലീറ്റ് മാറി. ശരിക്കും ഈ നെക്ക് പാച്ചൊക്കെ നൈറ്റിക്ക് ഞാൻ നൈറ്റേക്കാൾ കൂടുതൽ കുർത്തിക്ക് തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും റയോൺ ഫാബ്രിക്കിലും കോട്ടൺ ഫാബ്രിക്കിലും ഒക്കെ ഇതേപോലെ നെക്ക് പാച്ച് വെച്ച് നമ്മൾ മാക്സിൽ വരെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും മാക്സിൽ നിന്ന് എടുക്കുന്ന കുർത്തീസ് അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്ലെയിൻ കോട്ടൻ്റെയും റയോണിൻ്റെ ഒക്കെ ഫാബ്രിക്കിൽ ഇതേപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നെക്ക് പാച്ചസ് വെച്ചിട്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ നമുക്ക് റെഡിമെയ്ഡ് ചെയ്ത ഡ്രസ്സിൻ്റെ മുകളിൽ കൂടിയും വേണമെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എഡ്ജസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മടക്കി അടിച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻസ് നോക്കാം. ഇതൊക്കെ 20 റുപ്പീസിൻ്റെ ആണ് കേട്ടോ. ഇത് ചെക്ക് മോഡൽ വരുന്നതാണ്. ഇതിൽ നമുക്ക് ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മൾ തന്നെ 3-4 ഡീലേഴ്സിൻ്റെ അടുത്തുനിന്ന് പല തവണയായിട്ട് വാങ്ങാറുണ്ട്. നമ്മുടെ സ്ഥിരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. സ്റ്റോക്ക് ഔട്ട് ആയാലും എപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. എപ്പോൾ നോക്കിയാലും നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കപ്പോൾ മനസ്സിലാവും ഓരോന്നിനും ഓരോ ക്വാളിറ്റിയാണ്. നെറ്റ് ഫാബ്രിക്കിനാണെങ്കിലും ബേസിനാണെങ്കിലും ത്രെഡിനാണെങ്കിലും പലതും നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നെക്ക് പാച്ചസ് വാങ്ങിയവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയതായിട്ട് വരുന്നവർക്ക് അത് യൂസ്ഫുൾ ആവും. ഇതൊക്കെ ഇപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ലേസസ് ആണ്. നമുക്കിതിപ്പോൾ കുർത്തിക്കൊക്കെ വെച്ചാൽ തന്നെയും അതേ മാച്ചിങ് ആയിട്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലേസും കൂടെ കിട്ടുകയാണെങ്കിൽ എളുപ്പമല്ലേ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം കേട്ടോ. ആ ഒരു ചെക്കുമായിട്ടൊക്കെ നല്ലതുപോലെ ഒത്തു പോകുന്നുണ്ട്. സീക്വൻസും കൂടെ വരുന്നത് കൊണ്ട് ഇതിൻ്റെ 1 മീറ്റർ ഫാബ്രിക്, ഈ ഒരു നെക്ക് പാച്ചും 1 മീറ്റർ ലേസും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ കുർത്തിയൊക്കെ ഡിസൈൻ ചെയ്യാം. നൈറ്റിക്ക് വേണമെങ്കിൽ പിടിപ്പിക്കാം. ഇപ്പോൾ വേറെയുള്ള ഡിസൈൻസുമായിട്ടും കൂടി ഞാൻ ഈ ഒരു ലേസ് വെച്ച് നോക്കുകയാണ് മാച്ചിങ് എങ്ങനെയുണ്ടെന്ന്. എല്ലാത്തുമായിട്ടും ഇത് പോകും കേട്ടോ. പിന്നെ ഇത് കൂടാതെ കളർഫുള്ളായിട്ടുള്ള ഫ്ലവർ ലേസസും ഒക്കെ നമുക്ക് മീറ്റർ വൈസ് ആയിട്ടും അവൈലബിൾ ആണ്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ചിലർ ചോദിക്കാറുണ്ട്, ചേച്ചി പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രമാണ്, റോള് കംപ്ലീറ്റ് ആയിട്ടൊന്നും വേണ്ട. അങ്ങനെയുള്ളവർക്ക് മീറ്റർ വൈസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലാതെ റോളായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. ഇത് തന്നെ സ്ലീവിൻ്റെ ലേസിന് വേണ്ടിയിട്ടുള്ള വേറൊരു മോഡലാണിത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വർക്കായിട്ടാണ് എനിക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ തോന്നുക. നമ്മൾ നൈറ്റിയിൽ മാത്രം വെച്ച് അതിൻ്റെ ഒരു ഇത് കളയേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് നൈറ്റിയിൽ വെക്കാം. അതല്ലാതെ കുർത്തിയിലൊക്കെ വെച്ചാലും ഡെയിലി വെയർ ആയിട്ടുള്ള ഓഫീസ് വെയേഴ്സിനൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാനും കൊടുക്കാനും പറ്റും കേട്ടോ. ഞാൻ എപ്പോഴും നെക്ക് പാച്ചസിൻ്റെ ആണെങ്കിലും സെയിൽ ചെയ്യുന്ന ഏത് മെറ്റീരിയലിൻ്റെ ആണെങ്കിലും ക്വാളിറ്റി ഫസ്റ്റ് നോക്കും. കാരണം നമുക്ക് വീണ്ടും കസ്റ്റമറിനെ കിട്ടണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയവർ തന്നെയാണ് നമുക്ക് വീണ്ടും സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാലും എത്തിയോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മളൊരു കസ്റ്റമറിന് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും അവിടെ നിന്നും നമുക്കൊരു കംപ്ലയിൻറ്റ് വരാൻ പാടില്ല. അവർക്കും നമുക്ക് നാളെ വർക്ക് കിട്ടണമെങ്കിലും അവർക്ക് ആ ഒരു ക്വാളിറ്റി നല്ലതായിട്ട് തന്നെ തോന്നണം. കാരണം 5 അല്ലെങ്കിൽ 6 രൂപ കൂടുന്നതൊന്നും അവരും ശ്രദ്ധിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതവർ നോട്ടീസ് ചെയ്യും, അതവർ മറക്കുകയില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ഫിനിഷിംഗ് ഉണ്ടെന്നുള്ളത്. ഈ ഒരു ലേസൊക്കെ എല്ലാ ഡിസൈൻ്റെയും കൂടെ മാച്ചിങ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും വേഗം മെസ്സേജ് ചെയ്യുക. പുതിയ സ്റ്റോക്ക് നമുക്ക് സാറ്റർഡേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ തന്നെ ശരിക്കും അമേസിങ് ആയിട്ടുള്ള പുതിയ ഗോൾഡൻ കളറിലെ പാച്ചസ് നമുക്ക് ശരിക്കും എത്തിയിട്ടില്ല. വെയിറ്റിംഗ് ആണ് കേട്ടോ ഞങ്ങൾ. അത് തന്നെ ഒരു 70 രൂപ മുതൽ ഇതുവരെ നമ്മൾ ലാസ്റ്റ് ടൈം കൊടുത്തത് ഒരു 89 പെർ പീസിനൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് ഒരു യെല്ലോ പാച്ചസ്. ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഞാൻ ആദ്യത്തിലേ പറഞ്ഞ് നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് എടുക്കുമ്പോഴും മെഷർമെൻറ്റിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ആദ്യം വെച്ചൊരു നെക്ക് പാച്ചാണ്, പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് നെക്ക് പാച്ച്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും ഞങ്ങൾ 2 മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്.
അതിനിടയ്ക്കൊരു കൊതുക് ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒന്നിൻ്റെ മുകളിലേക്കാണ് ഒന്ന് വെച്ചിട്ടുള്ളത്. ഒന്ന് കുറച്ചും കൂടെ വിട്ട് കൂടുതലാണ്, ലെങ്ത്ത് കറക്റ്റായിട്ടുള്ളത്. ഞാനിപ്പോൾ രണ്ടാമത് വെച്ച കളർഫുള്ളായിട്ടുള്ളത് ലെങ്ത്ത് കൂടുതലാണ്, വിട്ട് കുറവാണ്. അപ്പോൾ ഒരേ സെയിം ഡിസൈൻ തന്നെ ആണെങ്കിലും ഓരോ മാനുഫാക്ചേഴ്സിൻ്റെ അടുക്കൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും കേട്ടോ. ഇതും നല്ല ക്വാളിറ്റിയുള്ള, ആദ്യം തന്നെ കാണിച്ചാണ്. ഇത് ശരിക്കും ടൈ ആൻഡ് ഡൈ ഫാബ്രിക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവർക്കും അറിയാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അങ്ങനെയൊക്കെ ഉള്ള കുർത്തിക്കൊക്കെ നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഓഫറിൽ വരുന്നത് ഈ ഒരു സമൂസ ലേസാണ്. ഇത് ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. മീറ്റർ 2 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. 4 കളേഴ്സ് അവൈലബിൾ ആണ്. റോളായിട്ട് തന്നെ എടുക്കണം. 40 മീറ്ററിൻ്റെ റോൾ 80 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. വന്നാൽ തീരുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്നൊക്കെ നമ്പർ എടുത്തിട്ട് എത്രയും വേഗം മെസ്സേജ് ചെയ്തോളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ്സിൽ കൊടുത്തേക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ടുള്ള അപ്ഡേറ്റ്സ് വേണ്ടവർ ഗ്രൂപ്പിലും ജോയിൻ ആവുക. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തൂ കേട്ടോ.